നാട്ടിൽ എൽമടിക്കാൻ തുടങ്ങിയ ആ പ്രകാശം എല്ലായിടത്തും പഠിച്ച് ഇരുട്ടെന്നുള്ള ഈ മറ നീങ്ങിപ്പോവും. ഏത് സ്ഥലങ്ങളിലും പ്രകാശം ഉണ്ടാവും. ഓരോരുത്തരുടെ മുഖത്ത് തന്നെ തെളിച്ചുണ്ടാവും. നമ്മളൊക്കെ പറയുന്നത് കേട്ട ആ ചങ്ങായിനെ കണ്ടാൽ നമ്മുടെ മുഖത്ത് നല്ല തെളിച്ചാണെന്ന് പറയും. ചിലർക്ക് വെച്ചങ്ങായിക്ക് ബോസില്ല, ഒരു ലക്ഷണമല്ല നമ്മൾ പറയല്ലേ. അതിന്റെ ഇൽമു പഠിക്കുന്ന ഒരാൾ ഇൽമുമായി ബന്ധപ്പെടുമ്പോൾ ദോഷങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ഒരു കാരണമാകും നമ്മളെ ഈ നാട്ടുദർശനം. തെറ്റുകളിൽ നിന്നൊക്കെ അകന്നു നിൽക്കാൻ നമുക്കൊരു കാരണമായിരിക്കും. നമ്മളെ വീട്ടിൽ ബർക്കത്തുണ്ടാവും. ഉസ്താദേ വളരെ പ്രയാസം ഉണ്ടായിരുന്നു എന്റെ വീട്ടിൽ, ഞാനിപ്പോ ദർശക്ക് പോയാലാണ് ഞാൻ ഉഷാറായത്. ഇതിന് മുന്നേ എന്റെ വീട്ടിൽ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ ദർസ് പഠിക്കാൻ വേണ്ടി കൃത്യമായി ആ സമയം തന്നെ പാലിച്ചുകൊണ്ട് ആ കൃത്യസമയത്ത് നമ്മൾ ദർസിലേക്ക് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വീട്ടിൽ മാറ്റം ഉണ്ടാവും. ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് ഇന്ന് ഈ പറഞ്ഞത് ഞാൻ സത്യമാണെന്നുള്ളത് നാളെ മുതൽ നിങ്ങൾ ആ നീയത്ത് വെച്ച് നോക്കി. എനിക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു പ്രയാസം തീർന്നു വരുന്നു. പള്ളിയിലേക്ക് ദർശനത്തിന് വേണ്ടി പറഞ്ഞേക്കുമ്പോ പണ്ട് ആളുകൾ ചിന്തിക്കാറുണ്ടറിയോ, എന്റെ മകൻ പഠിച്ച് വലിയ ഉഷാറായി വലിയ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്നെങ്കിൽ നമ്മളെ പ്രയാസമൊക്കെ തീരായിരുന്നു. അതുകൊണ്ടല്ല തീരാ. ഈ പള്ളിയിലേക്ക് പോകുന്ന മൂല്യാരിട്ടികൾ അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു മുതല്ലിമോ ഉള്ള ആ വീട്ടിൽ ഒരു പ്രയാസമില്ല. ഇതിനെ ഹദീസ് തന്നെ ഉണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്തുന്ന ഒരാൾ പരാതി പറഞ്ഞു. എന്താ പരാതിയാണ്? ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജോലി ചെയ്തിട്ട് ആ പൈസ കൊണ്ടുവന്നിട്ട് എന്റെ ഭാര്യക്കും എന്റെ അനുജന്റെ ഭാര്യക്കും ഞാൻ ചെലവ് കൊടുക്കണം. ഇവരെന്ത് ചെയ്യണില്ല, എന്നെ പോലെ പണിയെടുക്കാൻ പറ്റില്ല, അവൻ പള്ളിയിൽ ദർസ് പഠിച്ചാൽ പോകണം. അപ്പോ ഇതിന് പറഞ്ഞ മറുപടി എന്താ അറിയോ? അവൻ ദർസ് പഠിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ജോലി കിട്ടിയത്. അവൻ ദർസ് പഠിക്കുന്നില്ല എങ്കിൽ നിനക്ക് ജോലി ഉണ്ടാവില്ല, ശമ്പളം ഉണ്ടാവില്ല. അപ്പൊ ഇത് ബർക്കത്താണ്. മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നവരാണ്. അപ്പൊ ഈ കൂട്ടത്തിലേക്ക് നമ്മളെ ഈ പഠിതാക്കളായ 30 ആളെന്നാകണമെന്നില്ല. നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഏത് ആൾക്കാരായിക്കോട്ടെ ഈ ദർസിലേക്ക് വരണം. ഇത് ദർസാണ്. ഇതില് വേറൊന്നും പറയാനില്ല, ഗീബത്ത് പറയാനില്ല, നമീമത്ത് പറയാനില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിക്കണം. ഞാൻ പറഞ്ഞ വിഷയത്തേക്ക് തന്നെ വരാം. നിയ്യത്ത് കൊണ്ടല്ലാതെ അവന്റെ മനസ്സെങ്ങനെയാ ആ അനുസരിച്ചിട്ടാ. എന്നിട്ട് മഹാനവകൾ പറഞ്ഞു, ഇതും പോരാ, മനസ്സ് ഭയങ്കര ക്ലിയർ ആണ്, പോരാ. ഹബീബായ മുത്തുനബി തങ്ങളുള്ള സ്നേഹം എനിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട അഖ്ലാഖുകൾ പഠിക്കാനോ മനസ്സിലാക്കാനോ ഇവൻ തുനിയുന്നില്ല. എന്തിട്ട് കാര്യമില്ല. നമ്മളെ ഇതിന്റെ അൽ വജീസ് ഫീ ഹദീൻ നബിയിൽ മഹ്ബൂബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. ഹദീസ് പഠിക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കിയ എന്താ അറിയോ? ഖുർആൻ ഓതുമ്പോൾ നല്ല റെസ്പെക്ട് ഉണ്ടാവും. ഹദീസിനും അതേപോലെ തന്നെയാണ്. മാലിക് റളിയല്ലാഹു തആല അൻഹു, ആരാ മാലിക് റളിയല്ലാഹു തആല അൻഹു? മദീനയില് വീട്ടിന്റെ മുറ്റത്ത് വലിയ വലിയ കുതിരകൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. നല്ല മേത്തരം കുതിരകളാ, ലോക്കലല്ല. നമ്മുടെ മർസിഡീസ്, ബെൻസ്, ലെക്സസ് പോലത്തെ നല്ല ഒന്നാം തര വാഹനമുണ്ട്. മഹാനവറുകൾ വാഹനത്തിന് കയറാറില്ല, മദീന കഴിയുന്നത് വരെ കയറാറില്ല. എന്തിനാ വെച്ചപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ഈ മണ്ണിലതിന് എണ്ണക്കുണ്ടാവൂല. എന്തായാലേ നമ്മൾ ഇന്ന് നമുക്കൊക്കെ പോയാ ചുട്ടുപൊള്ളുന്ന ഭൂമിയിലൊന്നും ചെരുപ്പിടാൻ നടക്കാനൊന്നും കഴിയില്ല. സാഹസികമൊന്നും നമ്മൾ കാണിക്കാൻ ആരും മുതിരയും വേണ്ട. എന്നാൽ അവരുടെ ഈമാനിന്റെ കടുപ്പം കൊണ്ട് ചെയ്ത ആ മാലിക് റളിയല്ലാഹു തആല എന്ന് പറയുന്നത് കാണാം. ലാ തർഫു അസ്വാതകും ഫൗക സൗത്തിൻ നബി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തേക്കാൾ ശബ്ദം ഉയരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇത് ഹദീസ് പറയുന്നിടത്തും ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വായിക്കുകയും പറയുന്ന സ്ഥലത്ത് അനാവശ്യമായ സംസാരങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. മഹാനവറുകൾ ഈ പറഞ്ഞത് വ്യക്തമായി ഇബ്നു ജമാഅത്തിന്റെ ഹിദായത്ത് സാലിക്കുന്ന ഗ്രന്ഥത്തിലൂടെ വ്യക്തമാക്കി വിശാലമാക്കി പറഞ്ഞിട്ടുണ്ട്. ധാരാളം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ നിങ്ങൾക്ക് കഴിയുന്നവരൊക്കെ ഒരു ഹദീസ് കാണാൻ പഠിക്കും. ഹദീസ് കാണാൻ പഠിച്ചിട്ടുണ്ടെങ്കിലോ അതൊന്നും പറയണ്ട. ഇപ്പൊ നേരത്തെ ഹദീസിൽ അത് മുഴുവൻ കിട്ടണില്ലെങ്കിലും സാധാരണ ഒരു ആഴ്ച ഇങ്ങനെ വർത്തമാനം പറഞ്ഞിടയിൽ ഒരാള് ഭയങ്കര റോങ്ങായി സംസാരിക്കുക, അച്ചങ്ങായി ഹബീബായ നബികൾ പറഞ്ഞു ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. എനിക്ക് കരുണയില്ലേ, ആ വാക്കെങ്കിലും പറയാം. ഓട്ടോമാറ്റിക്കായി വന്നു എനിക്ക് ചെയ്തൂടെ, ഒരു കരുണ എൻ്റെ അടുത്ത് ഉണ്ടായിക്കൂടെ, റഹ്മ ഉണ്ടായിക്കൂടെ, നീ പരുപ്പാകരുത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു? ഇങ്ങനെ എല്ലാവരും ചിന്തിച്ച നാളെ നന്നായില്ലേ? അതിനല്ലേ നമ്മൾ പഠിക്കുന്നത്. ഒരു നാട്ടിൽ ഇപ്പൊ നമ്മളെ തന്നെ ഭയങ്കര തർക്കത്തിലെത്തി, അപ്പൊ നമ്മൾ അടങ്ങി, നമുക്കൊന്നും സമാധാനം എന്തെങ്കിലും കണ്ടെത്താം എന്നൊരാൾ വിനയത്തോടെ പറയണം. അപ്പൊ മറ്റാളും
ഞാനൊന്ന് താഴ്ന്നോട്ടാ കുഴപ്പമൊന്നുമില്ല, എനിക്കൊന്നും സംഭവിക്കാറില്ല. പക്ഷേ ഇത് കാരണമായി എന്റെ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാവും. ഇത് കാരണമെങ്കിൽ ഞങ്ങൾ ഇന്നലെ രാത്രി വീട്ടിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞ അറബികളുടെ സ്വഭാവം പഠിക്കണം നിങ്ങളെന്ന്. ഏത് നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് പോയി അല്ലെങ്കിൽ നമ്മളെ കഫാലത്തൊക്കെ വാങ്ങി നമ്മളെ ക്രൂരമായി പഠിപ്പിച്ച അങ്ങനത്തെവരല്ല. യഥാർത്ഥ അറബികളെ സ്വഭാവം പഠിക്കണം. ഈ ഒരു വിഷയം മനസ്സ് കൊണ്ട് നടക്കൂല. ചാതി, പക, അസൂയ, അതിന്റെ അടുത്ത് വലിയ വണ്ടി വരുമ്പോ ആ കുശുമ്പൊന്നും കാണിക്കൂല. നല്ല ആൾക്കാർ പറയും മാഷാ അല്ലാഹ്, അള്ളാഹു ഖത്തറക്കല്ലാ, അള്ളാഹു വർദ്ധിപ്പിക്കട്ടെന്നാ പറയാ. ഇത് നമുക്കുണ്ടാവൂല. നമ്മളൊക്കെ നേരെ തിരിച്ചാ പറയാ, വലിയ വണ്ടിയിലാ പോകുന്നത് എന്തൊക്കെ പള്ളിക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു മൈൻഡ് തന്നെ അവിടെ എടുത്തില്ല. എല്ലാ വിഷയത്തിലും ദർസിന്റെ വിഷയത്തിൽ ദർസിലേക്ക് വരുമ്പോ നമ്മളെന്താ ചിന്തിക്കാറിയോ, ഇയാള് ഇപ്പൊ സക്കാഫി ഗൾഫിലേക്കൊക്കെ പോയാൽ അയാളെക്കാളും ക്ലാസ് എടുക്കാൻ യോഗ്യം ഞാനല്ലേ എന്ന് നമ്മളെ കൂട്ടത്തിൽ നമ്മളങ്ങനെ ചിന്തിക്കാം. ഞാനല്ലേ കുറച്ച് ഉഷാറ്. പക്ഷേ അറബികളെ ദർസിലേക്ക് നിങ്ങൾ പോയാല് ഞങ്ങളൊക്കെ ഒന്നും മക്കത്ത് ദർസിലേക്ക്, ഞാനൊക്കെ മക്കത്തൊന്നും ദർസിലേക്ക് പോകണം. എന്റെ ഉസ്താദാണ് ഷെയ്ഖ് ഉസാമ, അഹമ്മദ് മാലിക് തങ്ങള്, സൈൻ തങ്ങള്, ഇതൊക്കെ എന്റെ ഉസ്താദന്മാരാണ്. ഞാൻ അവിടെ നിന്ന് ഇപ്പോഴും കിതാബ് പഠിച്ചു, ഇപ്പോഴും ദർസിലേക്ക് പോകും. എന്നിട്ട് ആ ദർസില് നമ്മളിപ്പോ പറയല്ലേ പ്രായാളെ ഉസ്താദന്മാര്, അങ്ങനല്ല. നമുക്കിപ്പോ ഉസ്താദ് 10 വട്ടം കേട്ട അതീതായിരിക്കാം, ഞാൻ വന്ന് കേൾക്കണം. ഉസ്താദ് വായിക്കുമ്പോ ഞാൻ കേൾക്കണം. കേട്ടിരിക്കുമ്പോ ഈ ദർസ് ഈ മജ്ലിസ് ഇരിക്കുമ്പോ തന്നെ വർക്കെത്തണം. ഷെയ്ഖ് ഉസാമന്റെ ദർസിലുണ്ടാവും ഇങ്ങനെ പ്രായ അയാൾ ഇങ്ങനെ അടുത്തിങ്ങനെ പിടിച്ചിട്ട് ഹദീസ് വായിക്കണത്. നമ്മൾ പറയുമ്പോൾ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ പഠിച്ചാൽ എവിടെ 7ാം ക്ലാസ് മദ്രസ കഴിഞ്ഞാൽ പിന്നെ പഠിച്ചാൻ പറ്റില്ല. മദ്രസയുടെ വലിയ കിട്ടിയിട്ടുണ്ടാവും. മദ്രസ കൂട്ടിയിട്ട് പോയതിനു ശേഷം പിന്നെ ഒന്നും ഉണ്ടാവില്ല. വന്നിട്ട് വയസ്സന്മാർക്ക് പഠിച്ചാന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയപ്പോ നമുക്കൊരു ഞാൻ പഠിച്ച് ഇനിയോ എന്നൊക്കെ ചോദിക്കണ ആ ഒരു കോലത്തിലാണ് നമ്മളെ ശൈലി അല്ലെ. ആവൂല നൽകല്ല, നമ്മളെ മനസ്സൊക്കണില്ല. പക്ഷെ ആ മജ്‌ലിസിൽ ഞങ്ങളെ പോലത്തെ ചെറിയ ചെറിയ ആളുകളുണ്ടാവും, വലിയ പ്രായമുള്ള ആളുകളുണ്ടാവും. ഹദീസ് വായിച്ച് അർത്ഥം വെച്ച് പഠിച്ച് പോകുന്ന ഒരു ദർസ് പോലും മുടക്കൂല, ഒരൊറ്റ ദർസ്. ഇന്നിവിടെ എന്താ കല്യാണം അല്ലയോ മായിക്കാണ് ഞാൻ വരില്ല. കാരണം എന്താ ഈ ദർസ് മുടക്കൂല. ഇത്രയും ഈ കാണുന്ന 30 ദർസും നിങ്ങൾ പൂർണ്ണമായിരുന്ന് 31ാമത്തെ ദർസ് ഷെയ്ഖുനയുടെ ഹദ്റത്തിലിരുന്ന് ആർക്കാ ഈ ഭാഗ്യം കിട്ടാ? നിങ്ങളെ ഉസ്താദാരാ? ഇങ്ങനെ പോയി കണ്ണിയത്ത് ഉസ്താദിനെയും കുത്തിപ്പിയും അങ്ങനെ പോയിട്ട് എവിടെത്താ? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്താം. അത് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞൂടെ എന്റെ ഉസ്താദാ സക്കാഫിന്റെ ഉസ്താദാ എപ്പിസ്ത. അപ്പൊ നിങ്ങൾക്ക് 43, 44, 45 നിങ്ങൾക്ക് എന്തായാലും കിട്ടും അല്ലെ. 43 ഉസ്താദാണെങ്കിൽ 44, 45. 45ാമത്തെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാ ഈ ഹദീസ് ഈ ഹദീസ് എവിടുന്നായി പഠിച്ചേ? ഞാൻ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഹബീബായ നബി തങ്ങളുടെ കാലത്ത് ജീവിച്ചിട്ടില്ലല്ലോ. ദീന് സനതുകൊണ്ടാ അതിനെ ഈ ദർസ് നമ്മൾ വയറില് കേട്ട് പോണതും ദർസ് വരുന്നതും തമ്മിൽ വ്യത്യാസത. അപ്പൊ എന്റെ ഉസ്താദ് സയ്യിദ് സക്കാഫി എനിക്ക് പഠിപ്പിച്ചത്, സയ്യിദ് സക്കാഫിന്റെ ഉസ്താദ് എപ്പിസ്താദിന്റെ ഉസ്താദ് ഓക്കെ ഉസ്താദ്. ഇങ്ങനെ 45ആകുമ്പോ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയുടെ കടന്നു പോകുമ്പോ വലിയ വലിയ മഹാന്മാരിലൂടെ കടന്നു പോകുമ്പോ അത് ഇടയിലെ കലർപ്പില്ലാത്ത നിഷ്കളങ്കരായ ഉസ്താദ്മാരിലൂടെയാണ് കടന്നു പോകുക. ഈ ഭാഗ്യം ആർക്കാ കിട്ടാം? ദർസ് പിടിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ദർസ് നിങ്ങൾക്ക് കഴിയണോ ഇല്ലേ നോക്കണ്ട. ഒരു ഹദീസ് എങ്ങനെയാണെങ്കിലും ഇപ്പൊ വായിച്ച ഹദീസിൽ ഫുള്ളായിട്ട് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും ഇത്ര മാത്രം മതി. ഒരാൾ പൊങ്ങച്ചം പറയാൻ പാടില്ല, അഹങ്കാരം പറയാൻ പാടില്ല. ഇപ്പൊ കേട്ട ഹദീസാണ് നമ്മള്. അഹങ്കാരം, കിബർ. നമുക്കൊക്കെ കുഴപ്പം നാട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട. രണ്ടാള് എന്തെങ്കിലും തമ്മിൽ കശപിശ ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായി, ഒരാളിങ്ങനെ കുഞ്ഞി തവാദോടുകൂടെ ഉണ്ടാടുന്ന ആ പ്രശ്നം അപ്പൊ തീരും. ഇയാളും അതേ ശുദ്ധിയോടെ ദേഷ്യത്തോടെ ഇങ്ങനെ മുന്നിക്ക് ചാടിയ അത് അടിയിലെത്തും. അപ്പൊ അയാളെ ജ്യേഷ്ഠൻ വരും അയാളെ കൂടെ, ഇയാളെ ജ്യേഷ്ഠൻ വരും ഇയാളെ കൂടെ, അയാളെ വാപ്പ വരും അയാളെ കൂടെ. അങ്ങനെ 3ലേക്ക് 6ലേക്ക് 10ലേക്ക് നാടാകെ ഒരു കലാപത്തിലേക്ക് വന്നെത്തും. തമ്മിൽ തർക്കായി, പള്ളി മദ്രസ വേർതിരിവ്, കുടുംബ പ്രശ്നം. പിന്നെ ഓനെ കണ്ടാ മിണ്ടൂല, ഓന്റെ വാഹനത്തിൽ പോല, ഓന്റെ അങ്ങാടി കയറൂല. ഈ ഒരു അവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ ഒറ്റ ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവാദു എന്നുള്ള ഹബീബായ മുത്തുനബി തങ്ങളെ കഴുത്തിന്റെ മേലുണ്ടായിരുന്ന ഷാള് ഒരു അറാബി പിടിച്ചു വിളിച്ചിട്ട് മുത്തുനബി തങ്ങളുടെ പാടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? തിരിച്ചു നിൽക്കുന്ന അല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയായിട്ടല്ലോ, അല്ലെങ്കിൽ അനുയായികൾ ഇല്ലായിട്ടല്ലോ. ഹബീബായ നബി തങ്ങൾ അത് ചെയ്തില്ല. എന്തേന്ന് ചോദിച്ചാൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തവാദു ആയിരുന്നത്.
ഹബീബായ നബി തങ്ങളെ പറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തെ പറ്റി നബി തങ്ങളെങ്ങാലും വളരെ സ്ട്രോങ് ആയ അല്ലെങ്കിൽ റോങ് ആയ, അങ്ങനെ അല്ല. ലവ് എന്നിട്ടാ പറയുന്നത്, അങ്ങനെ അല്ല, ഒരിക്കലല്ല. നബി തങ്ങൾ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആരും അടുത്ത് വരില്ലായിരുന്നു. പക്ഷെ എത്ര ആളുകൾ കടന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്തേക്ക്. ആ നബി തങ്ങളുടെ സ്വഭാവവും ആ തവാദുവും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചത് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാനാണ് ഇപ്പൊ ഈ പറഞ്ഞ ഹദീസ്. അതിലാണ് ഫവായിദു മിനൽ ഹദീസ്, ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടിയ ഉപകാരങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഒന്ന്, തവാദു മിൻ അഖ്ലാഖിൽ മുഅ്മിൻ, മുഅ്മിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് താഴ്മ എന്നുള്ളത്. മുഅ്മിനായ മനുഷ്യനെ കയ്യിലുള്ളത്. അത് വേറെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വഇല്ലാ ദു ഹൗലിൻ അദീം. വേറെ ആയത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും കഴിയില്ല. നമ്മൾ താഴ്ന്നു എല്ലാത്തിനും പ്രശ്നത്തിന് കാരണം എന്താ? ആരും താഴ്ന്നു കൊടുക്കാൻ തയ്യാറല്ല, ഒരിക്കലും തയ്യാറല്ല. അതുകൊണ്ടാണ് നമ്മൾ താഴ്ന്നു കൊടുത്ത ഒരു സ്ഥലത്ത് എത്ര ഉയർച്ച ആ നാട്ടിൽ